ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ KFC ആണ്. നമ്മുടെ നാടൻ KFC ചിക്കൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എൻ്റേതായ രീതിയിലുള്ളതാണ്, റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളതൊന്നുമല്ല. ഒരു നാടൻ സ്റ്റൈലിൽ എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ KFC. നമുക്ക് നോക്കാം. ആദ്യമായി ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പശുവിൻ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു 1/2 കിലോ ചിക്കനാണ്. നല്ല വൃത്തിയാക്കി, സാധാരണ KFCയുടെ പോലത്തെ വലിയ പീസല്ല, നമ്മൾക്ക് കറിക്ക് എടുക്കാൻ പറ്റുന്ന ആ സൈസിലുള്ള പീസുകളാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്, ചെറിയ ചെറിയ പീസുകൾ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 1/4 കപ്പ് പാലിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങ നീരില്ലെന്നുണ്ടെങ്കിൽ അല്പം വിനാഗിരി ആണെങ്കിലും ഒഴിച്ചാൽ മതി. അതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കണം. നമ്മുടെ പാലും നാരങ്ങ നീരും കൂടെ ഉള്ള മിക്സ് ഒരു ബട്ടർ മിൽക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല, കുരുമുളക് പൊടി, അത് 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെന്താണ്, വെളുത്തുള്ളി ഒരു 3-4 എണ്ണം, പച്ചമുളക് ഒരു 2 എണ്ണം നല്ലതുപോലെ ചതച്ച് വെച്ചേക്കുവാണ്. നിങ്ങൾ മിക്സിയിൽ വേണേൽ നല്ലതുപോലെ അരച്ചെടുക്കാം. ഇറച്ചിക്ക് നല്ല ഒരു എരിവൊക്കെ കിട്ടാൻ വേണ്ടിയാണ്, അകമൊക്കെ ഇത്തിരി എരിവ് കൂടാൻ വേണ്ടിയാണ് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ചേർത്തു. ഇനി നമ്മുടെ ചിക്കൻ ഇടുക. ചിക്കനും ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചെടുക്കണം, ഒരു കോഴിമുട്ട. ഇനി വേണ്ടത് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറാണ്. അതേ അളവിൽ നമുക്ക് മൈദയും കൂടെ ചേർക്കാം. അതേ അളവിൽ മൈദാപ്പൊടി അതും ചേർത്ത് കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ഫ്രൈ ആക്കുന്നതിന് തലേ ദിവസമൊക്കെ നല്ല ഇതുപോലെ മസാല പുരട്ടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇത് നമ്മൾ ഫ്രൈ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ നല്ല അകമൊക്കെ നല്ല വെന്ത് നല്ല ഇതായിട്ടിരിക്കും. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് അത്രയും നേരം വെക്കാൻ സമയമില്ലെങ്കിൽ കുറഞ്ഞത് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ വെച്ചാൽ നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അത് കുറച്ച് നേരം ഒരു 1-2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ചിക്കൻ ഇവിടെ 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു, അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓട്സിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഫ്രൈ ആക്കുന്നത്. ആ സമയം ഞാനൊരു പാനിൽ ഫ്രൈ ചെയ്യാനുള്ള സൺഫ്ലവർ ഓയിലാണ്, വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ എടുത്തിട്ട് അതിനകത്തുള്ള നമ്മുടെ കോട്ടിംഗ് ഉണ്ടല്ലോ, നമ്മൾ മൈദയും കോൺഫ്ലവറും ഒക്കെ ഇട്ട കോട്ടിങ്ങിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത് നമ്മുടെ ഓട്സിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ഞാൻ എല്ലാ ചിക്കനും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഓരോ ചിക്കൻ പീസസും ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നല്ലതുപോലെ ആദ്യം കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കണം. ചിക്കൻ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിടാം.
അങ്ങനെ നമ്മുടെ നാടൻ KFC റെഡിയായിട്ടുണ്ട്. നമുക്കിതിനെ കോരി മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്യും. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാടൻ KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈഡ് ചിക്കനാണിത്. ഇത് ഓട്സിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിരിക്കും. ഇത് ചൂടോടെ വേണം ഇത് കഴിക്കാനേ. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് നമ്മൾ മയോണൈസും ടൊമാറ്റോ സോസും ഒക്കെയാണ് അതിൽ മുക്കി കഴിക്കുന്നത്. ഞാനിപ്പം മയോണൈസ് ഉണ്ടാക്കിയിട്ടില്ല, ടൊമാറ്റോ സോസാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ ചിലവുകളൊന്നുമില്ല. ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരു ദിവസം എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും ബൈ ബൈ.